ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം ഭാരതീയ ദർശനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നഗരേഷ്. കേരളത്തിന്റെ തനതു കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കണമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്ന മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഞായറാഴ്ച. പാർക്ക് നവീകരിച്ചും KSRTC ബസ് വൃത്തിയാക്കിയും NSS വിദ്യാർത്ഥികൾ. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം ഭാരതീയ ദർശനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നഗരേഷ്. ഭാരതീയ വിചാര കേന്ദ്ര വാർഷികാഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ വിചാര കേന്ദ്രം 43ാമത് വാർഷിക സമ്മേളനം കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്നു. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ചിന്തകൾ കേരളം ഏറ്റെടുത്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമാ മേഖല ഉൾപ്പെടെ വ്യാപകമായി ഈ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സമീപകാല ചില സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സാമൂഹിക ചിന്തകളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏത് സിനിമ ഇന്ത്യയിൽ കാണിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. ആ ഒരു ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതിൽ പ്രതിഷേധിക്കേണ്ടവർക്ക് പ്രതിഷേധിക്കാം. പക്ഷെ അക്കാഡമിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ആ ഭരണഘടനാ മേധാവിത്വത്തെ, റൂൾ ഓഫ് ലോയെ അംഗീകരിക്കേണ്ടത് എൻ്റെ ചുമതലയാണ് എന്ന് ഒരു സിനിമാക്കാരൻ പറയുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസിയിൽ വിശ്വസിക്കുന്ന, രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ അല്ലാത്തവരും ഈ മേഖലയിലുണ്ട് എന്നാണ്. റസൂൽ പൂക്കുറ്റിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ സധൈര്യം പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്തിനധികം കേരളത്തിലെ കുംഭമേള വരാൻ പോകുന്നു. നോക്കുക, ഈ മാറ്റങ്ങളെല്ലാം സമൂഹത്തിൽ ഉണ്ടായത് ഇതെല്ലാം ഭാരതീയ കേന്ദ്രം മുന്നിട്ടിറങ്ങി ഉണ്ടാക്കി വെച്ച മാറ്റങ്ങളല്ല. പക്ഷേ ആ മാറ്റങ്ങൾക്ക് പിന്നിലുള്ള ചിന്താ വ്യത്യാസങ്ങൾ, ആ ചിന്തകളിൽ ഭാരതീയ ചിന്തകൾ കേരളം ഏറ്റെടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വർഗീയ പരമേശ്വർജി തുടങ്ങി വെച്ച് ഇന്ന് മാന്യ സഞ്ജയേട്ടൻ നയിക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി KC സുധീർ ബാബു, സ്വാഗത സംഘം ചെയർമാൻ മോഹൻ എ മേനോൻ, സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ CB ജയമണി, ഡോക്ടർ N. സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉണരുന്ന ഭാരതവും പുതിയ ലോകക്രമവും ഭൗമരാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ തുടങ്ങി 7 വിഷയങ്ങളിൽ നടന്ന സെമിനാറിൽ പ്രമുഖർ സംബന്ധിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ വിചാരധാരയിൽ ചർച്ചയാക്കാൻ ഉതകുന്ന വിഷയങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിന്റെ തനതു കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കണമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. നവകേരളം സർവേയിലാണ് കൈതപ്രം ഈ ആശയം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പങ്കുവച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് ശേഷം ജനമനസ്സറിയാനായി സർക്കാർ പ്രഖ്യാപിച്ച നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം സർവേ ആരംഭിച്ചു. സർക്കാർ വളണ്ടിയർമാർ വീടുകൾ കയറിയാണ് സർവേ നടത്തുന്നത്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിയോ എന്ന് അറിയുകയാണ് മുഖ്യ ലക്ഷ്യം. ഒപ്പം വികസന നിർദ്ദേശങ്ങളും ആശയങ്ങളും ചോദിക്കുന്നുമുണ്ട്. 2 പേരടങ്ങുന്ന സംഘമാണ് വാർഡുകൾ കേന്ദ്രീകരിച്ച് അഭിപ്രായങ്ങൾ തേടി വീട്ടിലെത്തുന്നത്.
കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വീട്ടിൽ നടത്തിയ സന്ദർശനത്തിൽ കേരളത്തിന്റെ തനത് കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കുക എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഗ്വാളിയർ ഗൺസിന്റെ സ്ഥലങ്ങളുണ്ട് മാവൂര്. ഒരാൾക്ക് പ്രയോജനമില്ലാതെ ഒരു കാട് പോലും ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, 100 കണക്കിന് ഏക്കർ സ്ഥലമുണ്ട്. അത് ഉപയോഗിച്ചാൽ എനിക്കൊരു 20 ഏക്കർ സ്ഥലം കിട്ടുമെങ്കിൽ അവിടെ 10 ഏക്കറിൽ ഒരു കേരളത്തിലെ കലകളുടെ ഒരു കേന്ദ്രമായിട്ട് ഉള്ള ഒരു കലാഗ്രാമം എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. ഈ കലാഗ്രാമം സംഗീത സാന്ത്വനത്തിന് ഉപയോഗിക്കാൻ പറ്റും, കലാകാരന്മാരുടെ ഒരു ആവാസ കേന്ദ്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓരോ കേരളത്തിലെ മാഞ്ഞു പോകുന്ന കലകൾ മുഴുവൻ കേന്ദ്രീകരിച്ച് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാൻ പറ്റും. ഇത് ഒരു ഗ്രാമത്തിലേക്ക് വന്നാൽ എല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ളൊരു വലിയൊരു ഗ്രാമം ഉണ്ടാക്കാൻ എനിക്ക് ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ കലാഗ്രാമം എന്ന് പറയുന്ന സാധനം എന്നെ പോലുള്ള ഒരാൾക്കെ സങ്കല്പിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിന് എൻ്റെ പരിശ്രമങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഗവൺമെൻറ്. എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. പരിപാടിയുടെ ഭാഗമായി തിരുവണ്ണൂരിലെ വീട്ടിലെത്തിയ കർമ്മസേനാംഗങ്ങളോടാണ് അദ്ദേഹം ആശയം പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്ന മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഞായറാഴ്ച. ശക്തമായ മത്സരത്തിനൊടുവിൽ ശാസ്തയും SFS പാളയവും തമ്മിൽ നാളെ കളിക്കളത്തിൽ പോരാടും. കഴിഞ്ഞ 14 ദിവസങ്ങളിലായി കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 10 ടീമുകളാണ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചത്. കേരള മാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 7ാമത് അമേരിക്കാസ് മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ ആദ്യ സെമി ഫൈനൽ റൗണ്ടിൽ കെൻസയെ പരാജയപ്പെടുത്തി ശാസ്തയും 2ാം സെമിയിൽ ഡ്രീംസിനെ പരാജയപ്പെടുത്തി SFS പാളയവും വിജയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5:30 നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരത്തിൽ ശാസ്തയും SFS പാളയവും ഏറ്റുമുട്ടും. ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി വൈകിട്ട് 5-ന് സെന്റ് വിൻസെന്റ് കോളനി GHSS, ഓറഞ്ച് ഫുട്ബോൾ സ്കൂൾ ബേപ്പൂർ എന്നിവരുടെ പെൺകുട്ടികളുടെ ഫുട്ബോൾ പ്രദർശന മത്സരവും നടക്കും. സെമി ഫൈനൽ മത്സരാർത്ഥികളെ കറന്റ് മുംബൈ FC പ്ലെയർ TP രഹനേഷ്, അമേരിക്കാസ് വാട്ടർ സൊല്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ മുബാറക് കാപ്പു, SFS ഉടമ K അക്ബർ എന്നിവർ പരിചയപ്പെടാൻ എത്തിയിരുന്നു. ഫൈനൽ മത്സര വിജയികൾക്ക് വിശിഷ്ട വ്യക്തികൾ ട്രോഫികൾ സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ A യും D യും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയപ്പോ ഓക്കെ, വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
നാഷണൽ സർവീസ് സ്കീമിന്റെ ഹരിതം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. ചെറുവാടി പുഞ്ചപ്പാടം കതിരണിയിക്കാൻ വിദ്യാർത്ഥികൾ ഞാറുനട്ടു. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് നേതൃത്വത്തിലാണ് ചെറുവാടി പുഞ്ചപ്പാടത്ത് ഞാറുനട്ടത്. ഇതോടെ സംസ്ഥാനതല ഹരിതം പദ്ധതിക്ക് തുടക്കമായി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. മറഞ്ഞുപോയ കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കുകയാണ് NSS എന്ന് മില്ലി മോഹൻ അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ കാർഷിക അഭിരുചി വളർത്തുവാനായി സംസ്ഥാന NSS ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ഹരിതം. ഹരിതം പദ്ധതിയുടെ കീഴിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നടത്തുന്നുണ്ട്. പദ്ധതിയുടെ ക്ലസ്റ്റർ തലം, ജില്ലാതലം പരിപാടികൾ കൂടി യൂണിറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത ടീച്ചർ അധ്യക്ഷയായിരുന്നു. കോഴിക്കോട് സൗത്ത് ജില്ലാ കൺവീനർ MK ഫൈസൽ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കസ്ന ഹമീദ, NS മാവൂർ ക്ലസ്റ്റർ കൺവീനർ സില്ലി ബി കൃഷ്ണൻ, PTA പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ M മുഹമ്മദ്, കുന്നമംഗലം ക്ലസ്റ്റർ കോർഡിനേറ്റർ PK സുധാകരൻ, തിരുവമ്പാടി ക്ലസ്റ്റർ കോർഡിനേറ്റർ T രതീഷ് എന്നിവർ സംസാരിച്ചു. പാർക്ക് നവീകരിച്ചും KSRTC ബസ് വൃത്തിയാക്കിയും NSS വിദ്യാർത്ഥികൾ. പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ വേറിട്ട പ്രവർത്തനം നടത്തിയത്. പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സപ്തദിന സഹവാസ ക്യാമ്പ് പുത്തൂർ AUP സ്കൂളിൽ നിന്നാണ് നടക്കുന്നത്. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയാണ് ക്യാമ്പ് നടക്കുക. കൗൺസിലർ VP മനോജ് ചെയർമാനുള്ള സ്വാഗത സംഘത്തിന്റെ പ്രവർത്തനം ചിട്ടയാണ് നടത്തിവരുന്നത്. ലഹരിക്കെതിരെ കമ്മ്യൂണിറ്റി ക്യാൻവാസ്, ഫ്ലാഷ് മോബ്, സമൂഹ ജ്യോതി തെളിയിക്കൽ, ഡിജിറ്റൽ അവബോധം, എയ്ഡ്സ് ബോധവൽക്കരണം, ദുരന്ത നിവാരണ പരിശീലനം, കാർഷിക പ്രവൃത്തികൾ എന്നിവ നടന്നു കഴിഞ്ഞു. വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പൊതുമുതലുകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ KSRTC ബസ്സുകൾ ശുചീകരിച്ചു. കൂടാതെ പുത്തൂർ UP സ്കൂളിലെ പാർക്ക് വൃത്തിയാക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്തു. KSRTC പാവങ്ങ ഡിപ്പോ CM ജിലേഷ്, ജയകൃഷ്ണൻ, ശ്രീ സന്തോഷ്, മണികണ്ഠൻ, അജിത് കുമാർ, ഷീജ PP, ഷാജി, രമ്യ CP, ജിഷ K, NSS വളണ്ടിയർ ലീഡർ ഡാനിഷ് റോഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സേവ് ഗ്രീൻ അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി പുതുവർഷാഘോഷം സംഘടിപ്പിച്ചു. എഴുത്തുകാരി ആര്യ ഗോപി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സഹകരണ ജ്യോതി എന്ന നിക്ഷേപ പദ്ധതിക്ക് തുടക്കമിട്ടു. സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സംഘം ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത കവയിത്രിയും എഴുത്തുകാരിയുമായ ആര്യ ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു. അധികമായി പോയാലും കുറഞ്ഞു പോയാലും പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമാണ് പണം എന്ന് പറയുന്നത്. ആവശ്യത്തിന് അത് ഉതകേണ്ടതുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കുട്ടികളിലും അത്തരം ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നത് എപ്പോഴും ഭാവിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. കാരണം സമയം പോലെയാണ് പണം എന്ന് എനിക്ക് കാവ്യാത്മകമായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിൽക്കാതെ ചക്രം പോലെ അതിങ്ങനെ ഉരുണ്ടുരുണ്ട് പോവുകയാണ്. അപ്പൊ ആവശ്യത്തിന് നമ്മളത് ചുരുക്കൂട്ടി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് അധികമായി പോയാലും അത് വലിയ പ്രശ്നമായി തീരും, കുറഞ്ഞു പോയാലും അത് വലിയൊരു ബുദ്ധിമുട്ടായി തീരും. ചടങ്ങിൽ പ്രസിഡന്റ് MP റജുൽ കുമാർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് സഹകരണ സന്ദേശം പാർവതി റജുൽ ചൊല്ലിക്കൊടുത്തു. അതിൽ സേവന വിശ്വസ്തത ശക്തിയാകുന്നു. നാം ഒന്നിച്ച് കൈകോർക്കുമ്പോൾ കാവലാകുന്നു. സഹകരണ ജ്യോതി എന്ന പേരിൽ കുട്ടികൾക്കായുള്ള നിക്ഷേപ പദ്ധതിയുടെ ഉദ്ഘാടനം കുട്ടികൾ നിലവിളക്ക് തെളിയിച്ച് നിർവഹിച്ചു. കുട്ടികളെ സഹകാരികളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സേവ് ഗ്രീൻ ഡയറക്ടർ PP മുകുന്ദൻ ചടങ്ങിൽ കുട്ടികൾക്ക് സഹകരണ പതാക കൈമാറി. മാധ്യമപ്രവർത്തകൻ KP രമേശ്, കോമളവല്ലി, പ്രദീപ് പണിക്കർ, റജി, നിഷാമോൾ, PK, ഹരികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേൺസ് ചെയ്യാൻ ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പീപ്പിൾസ് റിവ്യൂ 18ാം വാർഷികാഘോഷവും സാഹിത്യ പുരസ്കാര സമർപ്പണവും നടത്തി. ഉദ്ഘാടനവും സാഹിത്യ പുരസ്കാര സമർപ്പണവും സാഹിത്യകാരൻ UK കുമാരൻ നിർവഹിച്ചു. പീപ്പിൾസ് റിവ്യൂ ദിനപത്രത്തിന്റെ 18ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും സാഹിത്യ പുരസ്കാര സമർപ്പണവും സാഹിത്യകാരൻ UK കുമാരൻ നിർവഹിച്ചു. കൂട്ടം നിൽക്കുന്ന ഒരാളെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ആളുകൾക്കാണ് എപ്പോഴും പിന്തുണ ആവശ്യം വരിക. ആ ഒരു വിശ്വാസം കൊണ്ടുകൂടിയാണ്, നിലപാട് കൊണ്ടുകൂടിയാണ് സാറിന്റെ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുവാൻ ഞാൻ എപ്പോഴും തയ്യാറായിട്ടുള്ളത്. പീപ്പിൾസ് റിവ്യൂ മുഖ്യ ഉപദേഷ്ടാവും പ്രശസ്ത കവിയുമായ PP ശ്രീധരൻ ഉണ്ണി അധ്യക്ഷത വഹിച്ചു. പീപ്പിൾസ് റിവ്യൂ പത്രാധിപർ PT നിസാർ ആമുഖ പ്രഭാഷണം നടത്തി. മലയാള മനോരമ മുൻ അസിസ്റ്റന്റ് എഡിറ്ററും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ KF ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സാഹിത്യകാരന്മാരായ അജിത മാധവ്, മോഹനൻ പുതിയോട്ടിൽ, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി MK ബീരാൻ തുടങ്ങിയവർ സംസാരിച്ചു. പുരസ്കാര ജേതാക്കളായ ജോസഫ് പൂതക്കുഴി, RK മാധവൻ നായർ, ചെമ്പോളി ശ്രീനിവാസൻ, അനീസ സുബൈദ, പുരുഷു കക്കോടി, ഷിബുദാസ് വേങ്ങേരി എന്നിവർ മറുമൊഴി നടത്തി. RK ഇരവിൽ, സാഹിത്യകാരൻ പരപ്പിൽ അനിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ഫെബ്രുവരിയിൽ കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജിൽ നടക്കും. ഫെബ്രുവരി 12, 13 തീയതികളിലാണ് പരിപാടി സംഘടിപ്പിക്കുക എന്ന് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. 5000 കുട്ടികൾ 2.5 ഏക്കർ സ്ഥലത്ത് ബോട്ടൊക്കെ പഠിപ്പിച്ചു. അതേ സമയത്ത് ആലപ്പുഴയിൽ 250 ഏക്കറിൽ 5000 കുട്ടികളുണ്ട്. നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആരാണ് ഈ കോളേജിൽ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഒരിക്കലും കഴിയും. ഭരണാധികാരികൾ ഇത്രയും കൊല്ലമായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാനിത്. മലബാറിലെ വിദ്യാഭ്യാസ രംഗത്തെ വെല്ലുവിളികളും പോരായ്മകളും അക്കാഡമിക് തലത്തിൽ ചർച്ച ചെയ്ത് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് മലബാർ എഡ്യൂക്കേഷൻ കോൺഗ്രസ്. മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ പ്രാദേശിക വികസന അസമത്വങ്ങൾ മറികടക്കുന്നതിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന കേന്ദ്ര പങ്കാണ് പ്രധാനമായും ചർച്ച ചെയ്യുകയെന്ന് ചെയർമാൻ ഡോക്ടർ KKN കുറുപ്പും വർക്കിംഗ് ചെയർമാൻ പ്രൊഫസർ K അബ്ദുൽ നാസിറും പറഞ്ഞു. വയനാട് ജില്ലയ്ക്കായി ഒരു സർവകലാശാല അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വയനാടിന് ഒരു സർവകലാശാല വേണമെന്നുള്ളതാണ്. വയനാടിന്റെ ഒരുപാട് സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് അവിടുത്തെ ഗോത്രവർഗങ്ങൾ 18% വരുന്ന ആദിവാസി സമൂഹം മാത്രമല്ല, ഈ കേരള GDP-യുടെ 10% ടൂറിസം, മലബാറിലെ ഒരു 80% വയനാട് കേന്ദ്രീകരിച്ചാണ്. അപ്പോൾ ടൂറിസം മേഖലകളുടെ വികസനത്തിന് സാധ്യതകളുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗുരുകുലം ആർട്ട് ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിവാര ഫ്രൈഡേ മീറ്റ് ചർച്ചയ്ക്ക് തുടക്കമായി. പ്രഥമ ചർച്ച പുതുവർഷം പ്രതീക്ഷയും പ്രത്യാശയും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KF ജോർജ് ഉദ്ഘാടനം ചെയ്തു.
സ്റ്റേഡിയം ജംഗ്ഷൻ സോന കോംപ്ലക്സിൽ ഗുരുകുലം ആർട്ട് ഗാലറി മിനി ഹാളിലായിരുന്നു പ്രതിവാര ഫ്രൈഡേ മീറ്റ് ചർച്ചയ്ക്ക് തുടക്കമായത്. പ്രഥമ ചർച്ച പുതുവർഷം പ്രതീക്ഷയും പ്രത്യാശയും മുതിർന്ന മാധ്യമപ്രവർത്തകൻ KF ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഗുരുകുലം ബാബു അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ അജീഷ് അത്തോളി മോഡറേറ്ററായി. MA ജോൺസൺ, പ്രൊഫസർ വർഗീസ് മാത്യു, TKA അസീസ്, മോഹൻ പുതിയോട്ടിൽ, R ജയന്തകുമാർ, P അനിൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ദേശീയപാത 766 താമരശ്ശേരി ചുരത്തിലെ 6, 7, 8 വളവുകളിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റൽ, റോഡ് അറ്റകുറ്റപ്പണികൾ എന്നിവ നടക്കുന്നതിനാൽ ജനുവരി 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മൾട്ടി ആക്സൽ വാഹനങ്ങളും ഭാരവാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ തിരിച്ചുവിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത ഉപവിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ക്ഷീര കർഷകർക്ക് ഗോതമ്പ് തവിട്, ചോളപ്പൊടി എന്നിവയ്ക്ക് സബ്സിഡി പ്രഖ്യാപിച്ചു. ആനന്ദ് മാതൃക ക്ഷീര സംഘങ്ങൾ മുഖേന ക്ഷീര കർഷകർ വാങ്ങുന്ന ഗോതമ്പ് തവിട്, ചോളപ്പൊടി എന്നിവയ്ക്ക് ജനുവരി 1 മുതൽ 2 മാസത്തേക്ക് കിലോഗ്രാമിന് 1 രൂപ നിരക്കിലാണ് സബ്സിഡി ലഭിക്കുക. MRDF ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗമാണ് ഈ തീരുമാനമെടുത്തത്. സബ്സിഡിക്ക് പുറമെ ഡയാലിസിസിന് വിധേയരാവുന്ന 53 ക്ഷീര കർഷകർക്ക് നിലവിൽ പ്രതിമാസം നൽകി വരുന്ന 1000 രൂപ ചികിത്സാ സഹായം തുടരാനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ മരിച്ച 11 പശുക്കളുടെ ഉടമസ്ഥർക്ക് MRDF ചാരിറ്റി ഫണ്ടിൽ നിന്ന് പ്രത്യേക സഹായധനം അനുവദിക്കാനും യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ശാശ്വതമായ പരിഹാരം ഭാരതീയ ദർശനങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് N നഗരേഷ്. കേരളത്തിന്റെ തനതു കലാരൂപങ്ങളും സംഗീതവും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കലാഗ്രാമം സ്ഥാപിക്കണമെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്ന മാസ്റ്റേഴ്സ് സൂപ്പർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ ഞായറാഴ്ച. പാർക്ക് നവീകരിച്ചും KSRTC ബസ് വൃത്തിയാക്കിയും NSS വിദ്യാർത്ഥികൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.